മാർഗരറ്റിന് വീട്ടിൽ വെച്ചാണ് ഈ തെരുവുനായ ആക്രമിച്ചത്. ഇപ്പോൾ കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക്. 5 കൺക്ലൂഷൻ നിലപാടുകളോടെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അവർ 9 കേന്ദ്രങ്ങളാണ് പ്രധാനമായും അങ്ങനെ ഈ 25 എടുക്കാം എന്ന് പറഞ്ഞത്. അതിൽ കോട്ടപ്പടി വില്ലേജിലുള്ള കോട്ടനാട് എസ്റ്റേറ്റ്, മുപ്പൈനാട് വില്ലേജിലുള്ള താഴെ അരപ്പറ്റ എസ്റ്റേറ്റ്, ചുണ്ടേല വില്ലേജിലുള്ള ചുണ്ടേല എസ്റ്റേറ്റ്, ചുണ്ടേല വില്ലേജിൽ തന്നെയുള്ള ആനപ്പാറ എസ്റ്റേറ്റ്, കോട്ടപ്പടി വില്ലേജിലുള്ള നെടുമ്പാല എസ്റ്റേറ്റ്, വെള്ളരിമല വില്ലേജിലുള്ള വെള്ളരിമല എസ്റ്റേറ്റ്, ഓടത്തോട് കൽപ്പറ്റ വില്ലേജിലുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റ്, ഭൂതക്കൊല്ലി വില്ലേജിലുള്ള എൽസ്റ്റോണിന്റെ തന്നെ മറ്റൊരു എസ്റ്റേറ്റ്, കൽപ്പറ്റ വില്ലേജിലുള്ള എൽസ്റ്റോണിന്റെ വേറെ ഒരു എസ്റ്റേറ്റ്. ഇങ്ങനെ 9 കേന്ദ്രങ്ങൾ അവര് സുരക്ഷിതമായ സ്ഥലങ്ങളാണ് എന്ന് നിർവചിച്ചു. 9 സ്ഥലങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം പ്രശ്നമില്ലല്ലോ. ആ 9 സ്ഥലങ്ങളിൽ നേരത്തെ ഹൃദയവേദനയോടെ പറഞ്ഞതുപോലെ ദൈവം ഞങ്ങളെ പലതാക്കി പിരിച്ചു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പിരിക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ യോഗത്തിൽ പങ്കെടുത്ത മഹാഭൂരിപക്ഷം ആളുകളും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ ഏറ്റവും അടുത്ത് താമസിക്കണം. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് മേപ്പാടി പഞ്ചായത്താണ്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾക്ക് വേണം. ഭൂമിയുടെ പ്രശ്നമുണ്ടെങ്കിൽ തൊട്ടടുത്താകുന്നതിലും പ്രശ്നമില്ല. ഈ 9 എസ്റ്റേറ്റുകൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ 9 എസ്റ്റേറ്റുകളിൽ ജോൺ മത്തായി പറഞ്ഞ ഔദ്യോഗികമായിട്ടുള്ള സുരക്ഷിതത്വം എല്ലാം കൊടുക്കുന്ന വിധത്തിൽ ആകെ നമുക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ ഞങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതുപോലെ ഈ നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ തന്നെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ്. കോട്ടപ്പടി വില്ലേജിൽ മേപ്പാടി പഞ്ചായത്തിലുള്ള നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിൽപ്പെട്ട എൽസ്റ്റോൺ എസ്റ്റേറ്റും. ഇത് ദുരന്തം നടന്ന് 2 മാസം കഴിഞ്ഞ്, നിങ്ങൾ കരുതുന്നത് പോലെ നേരം എടുത്തിട്ടില്ല. 25 എസ്റ്റേറ്റുകൾ കണ്ടു. ജോൺ മത്തായിയുടെ റിപ്പോർട്ട് വാങ്ങി. ജോൺ മത്തായിയുടെ റിപ്പോർട്ട് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ മന്ത്രിസഭ ഈ നേരത്തെ ഞാൻ പറഞ്ഞ നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റോൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുക എന്ന ആശയം തത്വത്തിൽ അംഗീകരിക്കുകയുണ്ടായി. ഇപ്പോ കൃത്യമായി പറഞ്ഞാൽ 3/10/2024 കേരളത്തിലെ മന്ത്രിസഭ അക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചു. 4/10/2024 11/2024 DMD എന്ന ഉത്തരവ് പ്രകാരം സത്യത്തിൽ ഈ ഭൂമി തത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ 2 ഭൂമിയും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് സർക്കാർ പ്രഖ്യാപിച്ചു. ഇവിടെ വെച്ചാണ് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത്. സാധാരണ നിലയിൽ എങ്ങനെയായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കുക? ഈ ഭൂമി ഏറ്റെടുക്കാൻ ഒറ്റ നിയമമേ ഇന്ത്യയിലുള്ളൂ. അത് LAR 2013 ലാൻഡ് അക്വസിഷൻ റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് 2013. അതിന്റെ ഭാഗമായി കേരളം പുറപ്പെടുവിച്ച 2015 ചട്ടങ്ങൾ. ഇത് പ്രകാരമേ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാകൂ. ഇന്ത്യയിൽ എവിടെയും ഭൂമി ഏറ്റെടുക്കാനാകൂ. വലിയ വില കൊടുക്കണം അതിനുവേണ്ടി. ആ 2013 ആക്ട് പക്ഷെ നടപ്പിലാക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അതിൽ ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വേണം. ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ സാധാരണ നിലയിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ പിന്നെ SIA സ്റ്റഡി, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി വേണം. അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കണം. അത് ആ എക്സ്പെർട്ട് കമ്മിറ്റി അംഗീകരിക്കണം. അത് കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിംഗിനോടൊപ്പമാണ് ഇത് നടന്നെങ്കിലും 8(2) അനുസരിച്ചിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ വേണം. 11(1) അനുസരിച്ച് സർക്കാർ ഏറ്റെടുത്തതായിട്ടുള്ള പരസ്യമായ പ്രഖ്യാപനം വേണം. അത് കഴിഞ്ഞാൽ ബേസിക് വാല്യൂ റിപ്പോർട്ട് BVR തയ്യാറാക്കണം. ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെന്റ് DVS തയ്യാറാക്കണം. അത് കഴിഞ്ഞ് തയ്യാറാക്കുന്ന തുക 19(1) പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറിയായി ഓരോരുത്തരെയും വിളിച്ച് ഏൽപ്പിക്കണം. ഇതാണ് LAR 2013 നടപടിക്രമം. അപ്പൊ നമ്മൾ പറഞ്ഞു LAR 2013 ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ട സെക്ഷൻ 26, 27, 28 അനുസരിച്ചു തന്നെ പണം നോക്കി നമുക്ക് ഏറ്റെടുക്കാമെങ്കിലും കാലതാമസം വരാതിരിക്കാൻ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 അനുസരിച്ച് വേഗത്തിൽ ഏറ്റെടുക്കണം. എന്തുകൊണ്ട്? LAR 2013 അഡ്വാൻസ് പൊസഷൻ ഇല്ല. ഭൂമിയുടെ പണം കൊടുത്താലേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റൂ. നെഗോഷിയേഷൻ പർച്ചേസ് ഇല്ല 2013 അനുസരിച്ച്. അഡ്വാൻസ് പൊസഷൻ കെ രാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാർ കണ്ടെത്തിയ 2 ഭൂമികൾ, 2 എസ്റ്റേറ്റുകൾ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങൾ സർക്കാർ കണ്ടെത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മേപ്പാടിയിൽ തന്നെ വേണം, ടൗൺഷിപ്പ് ഉണ്ടാക്കുമ്പോൾ മേപ്പാടിയിൽ തന്നെ വേണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നു. ആ തരത്തിലുള്ള സർക്കാർ ഇടപെടലിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്.